കോതമംഗലത്തെ കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണു. ഞാൻ നേരത്തെ പറഞ്ഞു. പ്ലാച്ചേരിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ആന വീണത്. ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിനീത വിജയ് തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രദേശവാസികളും ആ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. ഈ കോട്ടപ്പടിയിലൊക്കെ ഈ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ആനകൾ ഇങ്ങനെ കൂട്ടമായി എത്തുകയും കൃഷിയിടങ്ങളിലേക്ക് വന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യവും അങ്ങനെ എത്തിയ ആനകളിൽ ഒന്നാണ് ഈ കിണറ്റിലേക്ക് വീണതെന്നാണ് അറിയാൻ കഴിയുന്നത്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ആന കിണറിലേക്ക് വീഴുന്നത്. ഒച്ച കേട്ടെത്തിയ നാട്ടുകാരാണ് ഇത് ആദ്യം കാണുകയും പിന്നീട് അവർ ഫോറസ്റ്റിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുകയുമായിരുന്നു. ആ കിണറിൽ വലിയ ഒരു ആഴമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിലേക്കുള്ള വെള്ളവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ആനയെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ തിട്ട ഇടിച്ചുകൊണ്ട് അത് ഒരല്പം വലുതാക്കി ആനയെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ആന ഈ കിണറ്റിലേക്ക് വീണത്. ഏറ്റവും ഒരു ആശ്വാസകരം എന്ന് പറയുന്നത് ഈ ആനയുടെ ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ച് അത് തൃപ്തികരമാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നൊക്കെ തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആന രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമം അത് ആനയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തിട്ട ഇടിച്ചു കൊടുക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ആനയ്ക്ക് വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് കടക്കാൻ കഴിയുമെന്നൊരു വിവരം കൂടിയുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആ മേഖലയിൽ പുരോഗമിക്കുന്നത്. ആ സമീപത്തായി തന്നെ ഈ ആനയ്ക്കൊപ്പം എത്തിയ മറ്റ് ആനകളും തമ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം കൂട്ടമായിട്ടാണ് ഈ മേഖലകളിൽ ഇന്നലെ രാത്രിയൊക്കെ കാട്ടാനകൾ എത്തിയത്. ഇതിൽ നിന്നുള്ള ഒരു ആനയാണ് ഇപ്പോൾ ഈ കിണറ്റിലേക്ക് വീണിരിക്കുന്നത്. ആനയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. എസ് കെ.